നമുക്ക് ഞാൻ ഇത്രയും നേരം സംസാരിച്ചതിൽ എനിക്ക് മുന്നേ അറിയാം ജയകൃഷ്ണൻ ഭയങ്കര ഹ്യൂമർ സെൻസ് ഉള്ള ഒരാളാണ്. ഈ മിമിക്രി ചെയ്യൂലോ ഇല്ലേ? അതിന് കോമ്പറ്റീഷന് പങ്കെടുത്തിട്ടുണ്ടോ? കലാതിലകമായിട്ടുണ്ടോ? കലാപ്രതിഭ. ഈ കലാപ്രതിഭ അപ്പൊ എത്ര ഐറ്റംസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടാണ്? 8 ഐറ്റംസ് ആയിരുന്നു അന്നുണ്ടായിരുന്നത്. അതായത് ഞാൻ ഉണ്ടായിരുന്നത് ഭരതനാട്യം, കുച്ചിപ്പുടി, കേരള നടനം, ഫോക്ക്. പിന്നെ സത്യം ഓട്ടംതുള്ളൽ ചെയ്തിട്ടുണ്ട്. അത് വൻ കോമഡിയാ. അത് ഈ ഓട്ടംതുള്ളൽ ഞാൻ അതിഭീകരമായിട്ട് പഠിച്ചിട്ടൊന്നുമില്ല. അതിഭീകരമായിട്ടെന്ന് വെച്ചാൽ ഒട്ടും പഠിച്ചിട്ടില്ല. അപ്പൊ ഇത് ഈ നമ്മുടെ ഇതിനെ മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കലാപ്രതിഭ ഇതിന്റെ ഒരു സാധനത്തിന് അപ്പൊ ഓട്ടംതുള്ളൽ ഒരെണ്ണം ഒരു ഐറ്റം എടുക്കാം. അപ്പൊ നമ്മുടെ ഒരു ആശാനുണ്ട്, അപ്പൊ പുള്ളിയെ വെച്ച് പഠിപ്പിക്കാനായിട്ട് ഈ സാധനം ഇത് ബൈഹാർട്ട് ചെയ്ത് വെക്കണ്ടേ. യുദ്ധം പറഞ്ഞത് ഈ കുർത്ഥനാം പാണ്ഡവൻ നക്തഞ്ചരാരാതിദാസന്റെ പുച്ചാകൽ. ഈ സാധനം ഇങ്ങനെ അങ്ങ് പോവില്ലേ. ഈ പോക്ക് എന്ന് പറയുന്ന സാധനം ഇത് ഓർത്തിരിക്കുക എന്ന് പറയുന്നത് ഒരു കാരണവശാലും നടക്കത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ ഏറ്റ് ചൊല്ലാനിരിക്കുന്ന അവരടുത്ത് ഞാൻ പറഞ്ഞു, എനിക്ക് അറിഞ്ഞൂടാത്ത ലൈൻ വരുമ്പോ ഞാൻ 2 തവണ റിപ്പീറ്റ് ആക്കി. ഇവര് നോക്കുമ്പോൾ ഞാൻ ഫുൾ റിപ്പീറ്റ്. എനിക്ക് ബാക്കി ഒന്നും പറഞ്ഞൂടാ. അങ്ങനെ മൊത്തം കുളമായിട്ട് ഫസ്റ്റ് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ആരും അതിൻ്റെ അത് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല. എന്നിട്ടും അവര് അന്തസ്സോടുകൂടി ഫസ്റ്റ് ബി ഗ്രേഡ് തന്നു. ഫസ്റ്റ് ബി ഗ്രേഡ് കൊടുത്തു. ഇനി മേലെ ഈ ഭാഗത്തോട്ട് ഓട്ടത്തുള്ളെന്ന് പറഞ്ഞ ഈ ഭാഗത്തോട്ട്. പിന്നെ അങ്ങനെ മോണാക്ട് ഉണ്ടായിരുന്നു. അത് നമ്മൾ ഈ ഉറുദു റെസിറ്റേഷൻ, കന്നഡ റെസിറ്റേഷൻ എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ആൾക്കാരുണ്ടാവില്ല, കുറവായിരിക്കും. ഉറുദു റെസിറ്റേഷൻ ഒക്കെ എന്തെങ്കിലും ഓർമ്മയുണ്ടോ? കുറച്ച് 4 വരി വേണമെങ്കിൽ ഒന്ന് പറ. रुख से पर्दा हटा दे जरा सा किया बस अभी रंग महफिल बदल जाएगा बाकी അറിഞ്ഞൂടല്ലോ. ഞാൻ വിചാരിച്ചു ഉറുദുവിലെ ബാക്കി എവിടെ, നമ്മുടെ മലയാളം പോലെയാണല്ലോ ഉറുദു. കാരണം ഭാവത്തിനൊരു മാറ്റം, ഭാവത്തിന് ബാക്കി അറിഞ്ഞൂടാ. ഞാൻ വിചാരിച്ചു ഇത് ഉറുദു മലയാളം ചിലപ്പോ അങ്ങനെ ഉണ്ടാവുമല്ലോ എന്ന് ഞാനൊക്കെ വിചാരിച്ചു. പക്ഷെ പൊളിച്ചു, നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. ഓക്കെ, അപ്പൊ നമുക്കൊരു മിമിക്രിയും കൂടി കാണണ്ടേ? ഏതെങ്കിലും ഒരു ഇഷ്ടമുള്ള, അതായത് കിച്ചുവിന് ഇഷ്ടമുള്ള ഒരാളുടെ ഒരു വോയിസ്. ലാലേട്ടനെ ചെയ്യാം. അതൊരു കാര്യം, നമുക്കൊരു ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ വെക്കാം. ശരി ലാലേട്ടാ, നമസ്കാരം. റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. പറയൂ സ്വാസിക, എന്തുണ്ട്? സുഖമായിരിക്കുന്നു? സുഖമായിട്ടിരിക്കുന്നു. ലാലേട്ട, ആറാട്ട് സിനിമ നമ്മളെല്ലാരും വെയിറ്റ് ചെയ്യാൻ. എന്താണ് ആ സിനിമയിലെ ലാലേട്ടന്റെ കഥാപാത്രം? നമ്മള് സിനിമ എന്ന് പറയുന്നത് നമ്മൾ സംഭവിക്കുന്ന കാര്യമല്ലേ അല്ലേ? അത് ചില കാര്യങ്ങൾ നമ്മളത് അങ്ങനെയല്ല. ഉണ്ണിയുടെ സിനിമ ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു നല്ല രസകരമായ ഒരു സിനിമ അല്ലേ, അങ്ങനെ പറയാനുള്ളത്. അങ്ങനെ ലാലേട്ടന്റെ ഈ സൗന്ദര്യം, ഈ എനർജിയുടെ ഒക്കെ രഹസ്യം മോളെ, നമ്മൾ ഇതെന്താണ് അങ്ങനെ സൗന്ദര്യമൊന്നുമില്ല, അത് മനസ്സിന്റെ ആണ് അല്ലേ? അങ്ങനെയല്ലേ നമുക്ക് അതിനെ പറയാൻ പറ്റില്ല. നിങ്ങളുടെ മനസ്സ് നല്ലതല്ലേ? എന്നോട് പറഞ്ഞിട്ട് എന്ത് കാര്യം? അത് ശരിയല്ല. നമ്മൾ എപ്പോ ലാലേട്ടനോട് ഇങ്ങനെ ചോദിച്ചാൽ ഇത് തന്നെയാണ് പറയാ. ഇതെങ്ങനെ ഇത്ര കറക്റ്റഡ് അദ്ദേഹത്തിന്റെ റിയൽ സംസാരം? അദ്ദേഹത്തിന് നമുക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പൊ അദ്ദേഹത്തിനോടുള്ള ഒരു ആരാധന മൂത്ത്. അയ്യോ, അടിപൊളിയായിരുന്നു. സൂപ്പർ.